എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ 2 പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ പരിചയപ്പെടുത്താനുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുള്ള അരക്കറവ പശു. നല്ല ഭംഗിയുള്ള ഒരു ചുവപ്പും വെള്ളയും പശുവാണ്. കൊമ്പായാലും നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള കൊമ്പാണ്. 2ാമത്തെ പ്രസവമാണ്. അപ്പോൾ ഇപ്പോൾ ഇവൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാല് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6.5 ലിറ്റർ പാലും ഉച്ച തിരിഞ്ഞിട്ട് ഒരു 3.5 ലിറ്റർ പാലാണ് നമുക്ക് നമ്മുടെ തീറ്റയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോട്ടക്കുറവുള്ളത് കൊണ്ട് തന്നെ പശു കുറച്ച് ക്ഷീണാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആളൊന്ന് ഉഷാറായിട്ട് വരുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമുക്ക് പാല് കൺഫേം ആയിട്ട് മാത്രമേ നമ്മൾ ഒരാൾക്ക് സെയിൽ ചെയ്യാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒരാഴ്ചത്തിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഒരു പശു വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടാറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുള്ള പുതിയൊരു പശു എന്ന് പറയുന്നത്. അപ്പോൾ അരക്കറവ പശുവായിട്ട് ഇവളെ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നല്ല ബെസ്റ്റ് പശു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. കുത്തിവെച്ച് ചെന പിടിപ്പിക്കുകയാണെങ്കിൽ അടിപൊളി പശു. നമുക്കറിയില്ല ചെനയുണ്ടോയെന്ന്. അവർ കുത്തി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ചെനയൊന്നും കൺഫേം അല്ല. നമുക്ക് ഇനി കുത്തി വെക്കാനായാലും ഇപ്പോൾ ചെന ഇല്ല, നമുക്ക് കുത്തി വെച്ച് പ്രസവിപ്പിക്കാനായാലും നല്ല ഭംഗിയുള്ള ഒരു പശുവാണ്. നിങ്ങൾക്ക് പൈസ പോവുകയില്ല. അത്രയും നല്ലൊരു മോളാണ്. ഒരു പാവം പിടിച്ച പശുവാണ് കേട്ടോ. എന്ത് തീറ്റ വേണമെങ്കിലും അവൾ തിന്നോളും. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവളെ കൊണ്ടുപോയാലും നഷ്ടമൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു 6 മാസം ചെനയുള്ള ഒരു പശുവാണ്. ഇവളുടെ 3ാമത്തെ പ്രസവമാണ് കേട്ടോ. ഫസ്റ്റത്തെ പ്രസവത്തിൽ 12 ലിറ്റർ പാലാണ് കേട്ടോ ഇവൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇവളെ കാണാനായാലും നല്ല വലിപ്പമുള്ള പശുവാണ്. നല്ല വലിപ്പമുള്ള പശുവിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു പശുവാണ്. പ്യുവർ എന്താ പറയുക HF ഇനത്തിൽപ്പെട്ട പശുവാണ് കേട്ടോ. വെള്ളയും കറുപ്പും പശുവാണ്. നല്ല വലിയ പശുവാണ്. നല്ല ഹൈറ്റും നല്ല വെയിറ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു മോളാണ്. ഇപ്പോൾ ഇവൾ കറവില്ല കേട്ടോ. കറവൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. കാരണം നമ്മളൊരു 6 മാസം 7 മാസമൊക്കെ ആകുമ്പോഴത്തേനും കറവ് നിർത്തിയാലാണ് നമുക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ പാല് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കറവൊക്കെ വറ്റിച്ചിട്ടുണ്ട്. യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. നമ്മുടെ നാട്ടിലത്തെ പശു തന്നെയാണ് കേട്ടോ. പുറമെന്ന് വരുത്തിച്ച പശു ഒന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു കർഷകൻ നോക്കിയിട്ടുള്ള പശു തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്ത് കൊണ്ട് കെട്ടിയാലും ഒക്കെ നമുക്ക് നന്നായി തിന്നുന്ന പശുവാണ്. പക്ഷേ ഈ ചെനസമയം ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പശുക്കളെ പുറത്ത് കൊണ്ട് കെട്ടാറില്ല കേട്ടോ. കാരണം നല്ല വെയിലാണ്. പശുക്കൾക്കായാലും മനുഷ്യന്മാർക്കായാലും ഈ വെയിൽ കൊള്ളുന്നത് അത്ര നല്ലതല്ല. അഥവാ കൊണ്ട് കെട്ടുന്നുണ്ടെങ്കിൽ നേരം വെളുത്തുടനെ കൊണ്ട് കെട്ടി ഒരു വെയിലൊക്കെ ഉദിക്കുന്നതിന് മുന്നേ തിരിച്ചു കൊണ്ട് കെട്ടുന്നതാണ് കേട്ടോ വളരെ നല്ലത്. അല്ലെങ്കിൽ അവറ്റങ്ങൾക്കും ഭയങ്കര കിതപ്പും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. അപ്പം ജനപശുക്കളെ പൊതുവെ നിങ്ങൾ പുറത്ത് കൊണ്ട് കെട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഉള്ളത് തിന്നാൻ കൊടുത്തിട്ടായാലും അവരെ നോക്കിക്കോളൂ കേട്ടോ. പുറത്ത് കണ്ടിട്ട് ഈ വെയിലത്തൊന്നും പശുക്കളെ കൊണ്ട് കെട്ടരുത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് ചെനപ്പശുവായിട്ട് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചെനപ്പശുവിനെ വേണം പ്രസവിപ്പിക്കാൻ താല്പര്യമുണ്ട്, നോക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പശു വളരെ നല്ലൊരു പശുവാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഏതൊരാൾക്കും കൊണ്ട് നടക്കാവുന്ന ഒരു പശുവാണ്. ഞാൻ ഇത്രയും ഇതിലുള്ള ഞാൻ വരെ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു ശല്യമില്ല കേട്ടോ. അവൾക്ക് ഒരു 7 അടി ഹൈറ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് സൈസായിട്ട് നല്ലൊരു മോളാണ്. ഒരു ഫാമൊക്കെ നിർത്താൻ പറ്റിയൊരു പശു എന്നൊക്കെ പറയില്ലേ, അത്രയും നല്ലൊരു മോളാണ് കേട്ടോ. നിങ്ങൾക്ക് 4 കാമ്പും പക്കയാണ്, ഗ്യാരണ്ടിയാണ് കേട്ടോ. 4 കാമ്പും ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്ത 4 കാമ്പിലും ഒരു കുഴപ്പമില്ല. 4 കാമ്പിലും പാല് കിട്ടുന്ന നല്ലൊരു ഇനത്തിൽപ്പെട്ട പശു തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.